ഇലക്ഷനൊക്കെ ആയിട്ട് ഖമറുദ്ദീനക്കാന്റെ വീട് എവിടെയാണ് എന്ന് ചോദിച്ചിട്ട് പല ആളുകളും ഖമറുദ്ദീനക്കാന്റെ പോസ്റ്റിന്റെ ഒക്കെ താഴെ കമന്റ് അടിക്കാറുണ്ട്. ഇപ്പൊ ഇതാ നമ്മളെല്ലാവരും കാത്തിരുന്ന ഖമറുദ്ദീനക്കാന്റെ ആ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹം പൂഞ്ഞാറിലുള്ള വോട്ടർമാരോടാണ്, പൂഞ്ഞാറിലുള്ള ജനാധിപത്യ വിശ്വാസികളോട്, നല്ലവരായ ആളുകളോട് അദ്ദേഹം ഒരു റിക്വസ്റ്റ് പോലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ലാഗ് അടിപ്പിക്കുന്നില്ല, അദ്ദേഹത്തിന്റെ വാക്കുകൾ നമുക്ക് ഇവിടെ ഒന്ന് കേൾക്കാം. നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ അദ്ദേഹം പറഞ്ഞതുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു വിലപ്പെട്ട അഭിപ്രായം ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് രേഖപ്പെടുത്തുക. എന്തായാലും എനിക്കും പറയാനുള്ളത് ഇലക്ഷനാണ്, നല്ല ആളുകൾക്ക് വോട്ട് ചെയ്യുക. മതവും ജാതിയും ഒന്നും പറഞ്ഞ് മനുഷ്യരെ ഭിന്നിപ്പിക്കാത്ത നല്ല രീതിയിൽ നമുക്ക് എല്ലാ ഉത്സവവും ഇവിടെ ആഘോഷിക്കണം. ഹിന്ദുവിന്റെയും മുസൽമാന്റെയും ക്രിസ്ത്യാനിയുടെയും എല്ലാവരുടെയും നമുക്ക് ഇവിടെ ആഘോഷിക്കണം. അപ്പൊ നമുക്കൊരു അമ്മ പെറ്റ മക്കളെ പോലെ ഒരു ഒത്തൊരുമയിൽ സാഹോദര്യം കാത്തു സൂക്ഷിച്ച് മതസൗഹാർദ്ദവും മനുഷ്യ സൗഹാർദ്ദവും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോകണം. അപ്പോൾ അതിന് പറ്റിയ ആളുകൾക്ക്, നല്ല ഭരണാധികാരികൾക്ക്, നല്ല ജനപ്രതിനിധികൾക്ക് തന്നെ നിങ്ങളുടെ ഓരോ വോട്ടും കൊടുക്കുക. വോട്ട് പായാക്കരുത്. നമസ്കാരം, ഞാൻ കമറുദ്ദീനാണ്, ചെന്നൈയിൽ നിന്ന്. എന്റെ വിഷയം കേരളത്തിൽ ഇലക്ഷൻ ആണല്ലോ. ഒരുപാട് പേര് എന്താ കമറ അല്ലെങ്കിൽ എന്താ കമറേ, ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എന്റെ വാക്ക് ഉരിയാടിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് ഇങ്ങനെ മെസ്സേജ് അയക്കാറുണ്ട്. ഞാൻ പോസ്റ്റിൽ അല്ലെങ്കിൽ എന്റെ വീഡിയോസിന്റെ അടിയിൽ കമന്റുകൾ ഒരുപാട് പേര് ഇങ്ങനെ എഴുതാറുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. കാരണം കേരളത്തിൽ പ്രബുദ്ധരായ ജനങ്ങളാണ് കേരളത്തിലെ ജനങ്ങൾ. ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യം നല്ലപോലെ കാത്തു സൂക്ഷിക്കുന്ന, ജനാധിപത്യം നല്ല രീതിയിൽ നടന്ന് മുന്നോട്ട് പോകുന്ന, നല്ല വിമർശനങ്ങളുള്ള ഏത് ഭരണ സംവിധാനം പ്രവർത്തിക്കുകയാണെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ ശേഷിയുള്ള കരുത്തുറ്റ ജനങ്ങളാണ് നമ്മുടെ മലയാളികൾ. അതിന് സംശയമുണ്ടല്ലോ അല്ലേ? അപ്പോ ഇലക്ഷനാണ്, ഇലക്ഷനിൽ അതിന്റേതായ നല്ല രീതിയിലുള്ള ആളുകളെ തിരഞ്ഞെടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ ബുദ്ധിജീവികളാണ്, അവർ തിരഞ്ഞെടുത്തോളും. ഞാൻ എന്ത് പറയാനാണ്, നമുക്ക് അങ്ങനെ പിന്നെ വലിയ രാഷ്ട്രീയങ്ങളൊന്നും ഇല്ലല്ലോ. നമുക്ക് രാഷ്ട്രീയമുണ്ട്, ആശയങ്ങളുണ്ട്, അത് വേറെ. എന്നാലും എന്റെ വോട്ട് ഞാൻ ഉദ്ദേശിച്ച ടീമിന് ചെയ്യും, പോയിട്ടേയിരിക്കും. അതേപോലെ നല്ല നല്ല ആളുകളാണ് മലയാളികൾ, ഭൂരിഭാഗം മലയാളികളും നല്ല, അതായത് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിലെ എല്ലാ ജനാധിപത്യ മതേതര വിശ്വാസികളും നല്ലപോലെ മുന്നോട്ട് പോകണം. എല്ലാ മതങ്ങളും സംരക്ഷിക്കപ്പെടണം, എല്ലാ മത ആചാര അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കപ്പെടണം, നാട്ടിൽ സമാധാനം വേണം, ഉത്സവങ്ങൾ വേണം, എല്ലാം വേണം, എല്ലാ നല്ല കാര്യം എല്ലാം നല്ലപോലെ നടക്കണം എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മുടെ പ്രത്യേകിച്ച് മലയാളികൾ. അപ്പൊ അവരോടൊന്നും ഇന്നാൾ വോട്ട് ചെയ്യുന്ന പറഞ്ഞ് ഉപദേശിക്കേണ്ട ആവശ്യവും എനിക്ക് എന്നല്ല ആർക്കുമില്ല. പിന്നെ രാഷ്ട്രീയക്കാർ പറയും ഞങ്ങൾ വോട്ട് ചെയ്യണം, അത് അവരുടെ ഉത്തരവാദിത്തമാണ്, അവരുടെ കടമയാണ്, അവർ പറഞ്ഞോട്ടെ. ഇപ്പൊ ഞാനിപ്പോ വന്നതെന്താണെന്നറിയോ, എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, കേരളം എന്ന് പറയുന്ന ഒരു പവിത്രതയുണ്ട്. കേരളത്തിലെ മതേതരത്വത്തിന്റെ, കേരള ജനാധിപത്യത്തിന്റെ, കേരളത്തിന്റെ ശ്രീകോവിലാണ് ഈ പറയുന്ന നിയമസഭ. അപ്പം നിയമസഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ എല്ലാവരെയും സംരക്ഷിക്കുന്ന ഉത്തരവാദിത്തം സ്പീക്കറിനാണ്. നിയമസഭയിലെ മെമ്പർമാർക്കും ഒരു പവിത്രതയുണ്ട്. തെരഞ്ഞെടുക്കപ്പെടുന്ന ഈ പറയുന്ന മെമ്പർമാർ എന്ന് പറയുമ്പോൾ ഒരു MLA എന്ന് പറയുന്ന ചീഫ് സെക്രട്ടറിയെക്കാളും DGPയെക്കാളും ഉയർന്ന റാങ്കിലുള്ള ഒരു സ്ഥാനമെന്നാണ് ഞാൻ കേട്ടുള്ളത്, എന്റെ അറിവിലുള്ളത്. ഞാൻ കേട്ടത് അങ്ങനെ തന്നെയാണ്. അപ്പോ ആ നിയമസഭയ്ക്കകത്ത് സമാധാനം വേണം, കേരളത്തിന് സമാധാനം വേണം, ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സമാധാനത്തോടെ ജീവിക്കണം, എല്ലാ മത ആചാര അനുഷ്ഠാനങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. പൊതുവെ പറയുകയാണെങ്കിൽ നാട്ടിന് സമാധാനം വേണം. അപ്പോൾ നല്ല നല്ല ആളുകളെ തിരഞ്ഞെടുക്കുക. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് പൂഞ്ഞാറുകാരോടാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട പൂഞ്ഞാറുകാർ, അവർ ചില്ലറ ആളുകളൊന്നുമല്ല, നല്ല മനസ്സിന്റെ ഉടമകളാണ്. അവരോട്, പൂഞ്ഞാറിലെ വോട്ടർമാരോട് എനിക്ക് പറയാനുള്ളത്, ദയവ് ചെയ്ത് നമ്മുടെ നാട് നല്ല രീതിയിലാണ് പോകുന്നത്. കക്കൂസ് സ്ലാബ് തുറക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കരുത്. കൂടുതലൊന്നും പറയാനില്ല. കക്കൂസ് സ്ലാബ് തുറന്നാൽ പൂഞ്ഞാറ് മാത്രമല്ല, കേരളം മാത്രമല്ല, രാജ്യം മൊത്തം മാറും. പ്രത്യേകിച്ച് നിയമസഭയിൽ പോയി ഇരുന്നാൽ സ്പീക്കർക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല. സകല മന്ത്രിമാരും, മുഖ്യമന്ത്രി, സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ തുണിയെ പറഞ്ഞ് ചിലപ്പോൾ നിയമസഭയ്ക്കകത്ത് ഇട്ടിട്ട് ഇടിച്ചു കൊണ്ട സാഹചര്യം ഉണ്ടാവും. പവിത്രമാണ്, ജനാധിപത്യത്തിന്റെ ശ്രീകോവിലാണ് നമ്മുടെ നിയമസഭ. അതിന്റെ അന്തസ്സുണ്ട്, അതിന് സമാധാനവും കാത്തു സൂക്ഷിക്കാം. അതിന്റെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾക്കാണ്, വോട്ടർമാരോടാണ്, പ്രത്യേകിച്ച് വോട്ടർമാർക്കാണ്. പൂഞ്ഞാർ നിവാസികളോട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്, കക്കൂസ് സ്ലാബ് തുറക്കാനുള്ള സാഹചര്യം നിങ്ങൾ ഉണ്ടാക്കരുത്. തുറന്നു കഴിഞ്ഞാൽ നാറ്റം സഹിക്കാൻ പറ്റില്ല. എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാ രാഷ്ട്രീയക്കാർക്കും നല്ലത് വരട്ടെ. കേരളം നല്ല രീതിയിൽ തെരഞ്ഞെടുത്ത് ജനാധിപത്യം സംരക്ഷിക്കാനുള്ള സാഹചര്യം ഏത് ആളുകൾക്കാണോ ആ ആളുകൾക്ക് ഉണ്ടാവട്ടെ, ഏത് രാഷ്ട്രീയ പാർട്ടികൾക്കാണെങ്കിലും അവർക്ക് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പാവം ഞാൻ നിർത്തുക. ആരും പൊങ്കാലുണ്ട്. ഓക്കെ, നന്ദി, നമസ്കാരം.